ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസിൻ്റെ ചാപ്റ്റർ 2 രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഭാഗമാണ്. ഇതിനു മുൻപായി സെക്ഷൻ 7 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് കടന്നു വരാറുള്ള മേഖലയാണ്. സോ വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിലത്തെ മാർക്ക് കറക്റ്റായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സെക്ഷൻ 7 വരെ നമ്മൾ എടുത്തതാണ്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മുതലാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. അതായത് ഫോം നമ്പർ 3 നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫോം നമ്പർ 1 നമ്മൾ പറഞ്ഞിരുന്നു, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ടു ബി സബ്മിറ്റഡ്. അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 1. ഫോം നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാർ എൻ്റർ ചെയ്യുന്നത്. രജിസ്ട്രാർ എൻ്റർ ദ സെയിം ഓൺ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ്റെ റെസിപ്റ്റ് വാങ്ങി, ആപ്ലിക്കേഷൻ്റെ റെസിപ്റ്റ് വാങ്ങി രജിസ്ട്രാർ എൻ്റർ ചെയ്യുന്നത് ഫോം നമ്പർ 2 പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്നതാണ് ഫോം നമ്പർ 3. ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഫോം നമ്പർ 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഫോം നമ്പർ 3A. ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 3A. ഫോം നമ്പർ 3 എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോം നമ്പർ 2 എന്താണ്? രജിസ്ട്രാർ ആപ്ലിക്കേഷൻ, അതായത് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്യുന്നത് ഫോം നമ്പർ 2 ഫോം നമ്പർ 1 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനാണ്. അപ്പോൾ 1, 2, 3 ആയി. അങ്ങനെ ധാരാളം 39ഓളം ഫോമുകൾ ഉണ്ടെങ്കിലും ഒരു 25 ഫോമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുമിച്ച് ഒരു നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഒരു A4 കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് നമ്മൾ എഴുതി ഓർഡറിൽ വെക്കണം. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ അതൊന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഏതെങ്കിലും ഒരു ഫോം ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടുമല്ലോ. കറക്റ്റായി എഴുതി വെച്ചാൽ നമുക്കത് കിട്ടുമല്ലോ. അപ്പോൾ സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. ഫോം നമ്പർ 3 പറഞ്ഞു. വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാർ ആണെന്ന് പറഞ്ഞു അല്ലേ. സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ഹിം. സൈൻ ചെയ്യണം, സീൽ ചെയ്യണം. which shall be conclusive evidence that the said society is duly registered under this act. ഈ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തു എന്നതിനുള്ള ഒരു കൺക്ലൂസീവായ എവിഡൻസ് എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണ്. ദ സെഡ് സൊസൈറ്റി ഈസ് ഡ്യൂലി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് എന്നാണ് 8 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 8 സബ്സെക്ഷൻ 1 ഇതാണ്. അത് കഴിഞ്ഞാൽ 8 സബ്സെക്ഷൻ 2 കടക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് 3A നമ്മൾ പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3A കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ വേർ ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഒറിജിനൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇറക്കവറബിളി ലോസ്റ്റ് ആണ്, ഇനി തിരിച്ച് ലഭിക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുമ്പം എന്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കുക? ഫയൽസും റെക്കോർഡ്സും എല്ലാം ലോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് അവർ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ ഇഷ്യൂ ചെയ്യുക കേട്ടോ. ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ആരുടെ കയ്യിലുള്ള, രജിസ്ട്രാറുടെ കയ്യിൽ അവൈലബിൾ ആയ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും രേഖകളും പരിശോധിച്ചിട്ട് അദ്ദേഹം സൈൻ ചെയ്ത് സീൽ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സൊസൈറ്റിക്ക് നൽകും. അതും എന്താണ്? കൺക്ലൂസീവ് പ്രൂഫ് തന്നെയാണ്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു എന്നതിനുള്ള കൺക്ലൂസീവ് പ്രൂഫ് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ ഫോം നമ്പർ 3A ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്.
ഫോം നമ്പർ 3-ലാണ് ആണ് കൊടുക്കുക. ഫോം നമ്പർ 3-ലാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. രജിസ്ട്രാറാണ് അതിനുള്ള അതോറിറ്റി. സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ഹിം ആണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് എല്ലാ രേഖകളും നശിച്ചുപോയി അല്ലെങ്കിൽ എല്ലാ രേഖകളും ഇറവക്കറി ലോസ്റ്റ് ആണെങ്കിൽ പോലും രജിസ്ട്രാറുടെ കയ്യിലുള്ള ഓൺ ദ ബേസിസ് ഓഫ് ദ ഡീറ്റെയിൽസ് അവൈലബിൾ ഇൻ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ദ റെക്കോർഡ്സ് അവൈലബിൾ വിത്ത് ദ രജിസ്ട്രാർ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യും? കൺക്ലൂസീവ് പ്രൂഫ് കൊടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്, ഓർത്തിരിക്കുക. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. സെക്ഷൻ 7-മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്തത് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതുവരെയുള്ള ഡാറ്റ ചാപ്റ്റർ 2-മായി ബന്ധപ്പെട്ട് അതുവരെയുള്ളതെല്ലാം മനസ്സിലാവും. പിന്നെ സെക്ഷൻ 8A എന്ന് പറഞ്ഞാൽ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റിയാണ്. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി എല്ലാ സൊസൈറ്റികളും അഫിലിയേറ്റ് ചെയ്യണം. അപ്പെക്സ് സൊസൈറ്റിയിൽ അവരുടെ തൊട്ട് മുകളിലുള്ള ഏത് ഘടനയിൽ എവിടെയാണോ, പ്രൈമറി ആണോ, സെൻട്രൽ ആണോ, അപ്പെക്സ് ആണോ, ഇതിലേതിലാണോ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ളതിൽ അഫിലിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എവറി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം അല്ലെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം. അഫിലിയേഷന് കൺസേൺഡ് അപ്പെക്സ് സൊസൈറ്റി അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ സമയപരിധിയിൽ ഇപ്പോൾ അമെൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വിത്തിൻ 45 ഡേയ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വെറുതെ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ഡസ് നോട്ട് വിത്തിൻ 45 days from the date of receipt of the application for affiliation determine whether such affiliation should be given or not. Such affiliation shall be deemed to have been given to the applicant society from the date on which the said period of 45 days expires. അതായത് ഈ സൊസൈറ്റി അപ്ലൈ ചെയ്യേണ്ട അതല്ല ഈ 45 ഡേയ്സ് കേട്ടോ. വെറുതെ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ചെയ്തു കൊടുക്കേണ്ടത് വിത്തിൻ 45 ഡേയ്സിനാണെന്നാണ് കേട്ടോ. ഇപ്പോൾ അത് ചെയ്തു കൊടുത്തില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ അത് ഡീംഡ് ടു ഹാവ് ചെയ്തതായി പരിഗണിക്കും എന്നാണ് പറയണത്. പക്ഷേ രജിസ്ട്രേഷൻ അങ്ങനെ പരിഗണിക്കില്ല, അഫിലിയേഷൻ അങ്ങനെ പരിഗണിക്കും കേട്ടോ. വെൻ ദ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി റിജക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അഫിലിയേഷൻ റിജക്റ്റ് ചെയ്യാണ്. അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് ഇനിയും ടൈം ലിമിറ്റൊക്കെ ഇനിയും വരുന്നുണ്ട്. പക്ഷെ അത് റൂളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളൂ കേട്ടോ. കുറച്ച് ഡീറ്റെയിൽഡായിട്ട് റൂളിൽ ഇനിയും പഠിക്കാൻ വരും. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി വെറുതെ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ആസ് ദ കേസ് മേ ബി ആരെയാണോ കൺസേൺഡ് ആയിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യേണ്ടത്, അഫിലിയേഷൻ നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അവർ റിജക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ് എന്ന് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നമുക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രാറെ സമീപിക്കാം കേട്ടോ. രജിസ്ട്രാറെ സമീപിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. റിജക്ട്സ് ആൻ അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ അഗ്രീവ്ഡ് സൊസൈറ്റി മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ ദ രജിസ്ട്രാർ അഗെയിൻസ്റ്റ് സച്ച് റിജക്ഷൻ. അങ്ങനെയുള്ളൊരു റിജക്ഷനെതിരായിട്ട് അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിയും എന്നാണ് പറയണത് കേട്ടോ. അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിയും സൊസൈറ്റിക്ക്, അഗ്രീവ്ഡ് സൊസൈറ്റിക്ക് കേട്ടോ. അങ്ങനെയുള്ള അപ്പീലിന് വിത്തിൻ 30 ഡേയ്സ് രജിസ്ട്രാർ അഗെയിൻസ്റ്റ് സച്ച് റിജക്ഷൻ വിത്തിൻ 30 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ഓർഡർ ഓഫ് റിജക്ഷൻ. ഈ ഓർഡർ ഓഫ് റിജക്ഷൻ നമ്മുടെ അപ്പെക്സ് സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച് 30 ദിവസത്തിനകം ആർക്ക് കൊടുക്കണം? രജിസ്ട്രാർക്ക് അപ്പീൽ ഫയൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് രജിസ്ട്രാറാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ അന്ന് രജിസ്ട്രേഷൻ്റെ സമയത്ത് പറഞ്ഞ പോലെ 2 പ്രകാരമുള്ള രജിസ്ട്രാറാണോ, 1 ഇവിടെ രജിസ്ട്രാർ എന്നാണ് പറയണത് കേട്ടോ. ഇവിടെ രജിസ്ട്രാർക്ക് കൊടുക്കണം എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ രജിസ്ട്രാർ അല്ലല്ലോ മടക്കിയിരിക്കുന്നത് അപ്പെക്സ് സൊസൈറ്റി ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു രജിസ്ട്രാർ മാത്രമേ വരുന്നുള്ളൂ. രജിസ്ട്രാർ എഗെയിൻസ്റ്റ് സച്ച് റിജക്ഷൻ വിത്തിൻ 30 ഡേയ്സ് 30 ദിവസത്തിനുള്ളിൽ ആർക്ക് പരാതി കൊടുക്കാം? രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാം. അങ്ങനെ രജിസ്ട്രാർ അത് ഡിസ്പോസ് ചെയ്യേണ്ടത് ഈ അപ്പീൽ ലഭിച്ച് വിത്തിൻ 60 ഡേയ്സ് ഡിസ്പോസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. രജിസ്ട്രാർക്ക് പരാതി ലഭിച്ചു, രജിസ്ട്രാർ പരാതി കിട്ടി എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. 60 ദിവസത്തിനകം ഇത് രണ്ടിനും മാറ്റം വന്നിട്ടില്ല. ഈ 30 ദിവസം 60 ഡേയ്സ് മാറിയിട്ടില്ല, ഈ 45 ഡേയ്സ് മാത്രമാണ് മാറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 30 ദിവസത്തിനകം രജിസ്ട്രാർക്ക് പരാതി കൊടുക്കണം. അപ്പെക്സ് സൊസൈറ്റി ഞങ്ങളെ അഫിലിയേറ്റ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് കാരണങ്ങളടങ്ങിയ
എന്താണ് കാരണം എന്ന് അങ്ങ് അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ട് രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുക. രജിസ്ട്രാർ 60 ദിവസത്തിനകം എന്ത് ലഭിക്കണം, എന്ത് കൊടുക്കണം, ഡിസ്പോസ് ചെയ്യണം അല്ലേ. എന്താണ് ഇതിനൊരു തീരുമാനം എന്ന് ഡിസ്പോസ് ചെയ്യേണ്ടത് 60 ദിവസത്തിനകമാണ്. അപ്പോൾ ഈ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഈ സെക്ഷനിൽ ഈ 3 ഡേറ്റുകൾ മാത്രമാണ് വരുന്നത്. 45 ദിവസം ഇപ്പം അമെൻഡ് ചെയ്ത് കയറ്റിയതാണ്. മറ്റത് വേറൊരു ദിവസമായിരുന്നു, ഇപ്പോൾ അത് മാറ്റി 45 ദിവസമാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. 30 ദിവസം അപ്പീൽ കൊടുക്കുന്ന ദിവസം ഓർത്ത് വയ്ക്കണം. 60 ദിവസത്തിനകം ഡിസ്പോസ് ചെയ്യണം എന്നും ഓർത്തിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വരുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ് എന്നാണ് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ്. എന്താ ബോഡീസ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ലീഗൽ പേഴ്സൺ ആവുന്നത് അല്ലേ. ലീഗൽ പേഴ്സൺ ആവുന്നത് എന്താണ്, ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ നീഡ് ആൻഡ് എഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നാണ് ഈ സെക്ഷൻ 9 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ബിക്കം എ ലീഗൽ പേഴ്സൺ ആണ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓൺലി. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ലീഗൽ പേഴ്സൺ ആവുന്നുള്ളൂ. അപ്പോൾ ലീഗൽ പേഴ്സൺ ആയി തീരുകയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി 9 പ്രകാരം കേട്ടോ. Registration of a society shall render its body corporate by the name under which it is registered. രജിസ്റ്റേർഡ് ചെയ്യുന്നത് മൂലം ഒരു പെർപെക്ച്വൽ സക്സഷനൊക്കെ ഉണ്ടാവുകയാണ്. അതായത് ഒരു സ്ഥിരമായിട്ട് ഒരു കോമൺ സീലുണ്ട്, ഒരു കേസിലോ പവർ ടു ഹോൾഡ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള പവർ വരുന്നു, എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട്സ് ആൻഡ് അതർ ലീഗൽ പ്രൊസീഡിങ്സ്, സ്യൂട്ടുകൾ ഡിഫെൻഡ് ചെയ്യാനും മറ്റ് ലീഗൽ പ്രൊസീഡിങ്സിലൊക്കെ ഇടപെടാനും എല്ലാറ്റിനുമുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു ലീഗാലിറ്റി വരുന്നത് ഈ രജിസ്ട്രേഷൻ കഴിയുന്നത് കൂടെ ആണ്. അപ്പോൾ അതാണ് പറയുന്നത് സെക്ഷൻ 9 കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡീസ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് 9A ആണ്. പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി 9A ആണ് കേട്ടോ. സെക്ഷൻ 9A എന്താണ്, പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു പേരുണ്ടായിരിക്കും അല്ലേ. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും പിന്നെ ഒരു പേരുണ്ട്. അപ്പോൾ ആ പേര് അഫിക്സ് ചെയ്യണം എന്നാണ് പറയുന്നത്. പെയിൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ അഫിക്സ് ചെയ്യണം. അവരുടെ രജിസ്റ്റർ നമ്പറും അഡ്രസ്സും അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ അഫിക്സ് ചെയ്യണം അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യണം എന്നാണ് പറയണത്. അത് കറക്റ്റായിട്ട് വെർണാക്കുലർ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും വേണം എന്നാണ് പറയുന്നത്. അതായത് അവരുടെ അതാത് പ്രാദേശിക ഭാഷയിലും വേണം, ഇംഗ്ലീഷ് ഭാഷയിലും വേണം. പുറത്ത് കാണാൻ പറ്റുന്ന ബിസിനസ് ക്യാരിഡ് ഓൺ ചെയ്യുന്ന പ്ലേസിൽ കാണാൻ പറ്റുന്ന വിധത്തിൽ അത് പ്രദർശിപ്പിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ലെജിബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കണം, കോമൺ എംബ്ലം വേണം, എല്ലാവർക്കും കോമൺ എംബ്ലം വേണം. രജിസ്റ്റേർഡ് ഓഫീസിൽ അതുപോലെ തന്നെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസിലും നോട്ടീസുകളിലും ലെറ്റർ പാഡിലും ലെറ്റർ ഹെഡിലും അവർ ചെയ്യുന്ന എല്ലാ ഇടപാടുകളിലും വ്യക്തമായി അവരുടെ പേരും രജിസ്റ്റർ നമ്പറും കോമൺ എംബ്ലവും എല്ലാം ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു സെക്ഷൻ മൂലം ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 9A ആണ് കേട്ടോ. പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ 9 നമ്മൾ പറയണത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ്. അതാണ് അത് എഫക്റ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നറിയപ്പെടുന്നത് ഈ സെക്ഷൻ 9 ആണ് കേട്ടോ. അത് കഴിഞ്ഞ് 9A പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ സൊസൈറ്റിയാണ്. അതായത് ഇപ്പോൾ ഒരു ബോഡിയായി, ഒരു കറക്റ്റ് കോർപ്പറേറ്റ് ബോഡിയായി. അപ്പോൾ ബോഡിക്ക് എന്തായാലും ഒരു പേര് വേണമല്ലോ, അതാണ് 9A. ഒരു കറക്റ്റ് ബോഡി ആയി കഴിഞ്ഞാൽ അവർക്കൊരു പേര് വേണം. അപ്പോൾ അതാണ് പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനിയിപ്പോൾ സെക്ഷൻ 10 പറഞ്ഞത് ഒരു പേരുണ്ട്, പക്ഷെ ആ പേരൊന്ന് മാറ്റണം എന്ന് വിചാരിക്കുക. ചേഞ്ച് ഓഫ് നെയിം ഓഫ് എ സൊസൈറ്റി. നമുക്കിപ്പോൾ നമ്മുടെ പേര് മാറ്റണമെങ്കിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതേപോലെ ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 10ലേക്ക് കടക്കുമ്പം എങ്ങനെ പേര് മാറ്റാം. പേര് മാറ്റണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ബൈലോ അമെൻഡ് ചെയ്യണം കേട്ടോ. അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ ചേഞ്ച് ഇറ്റ്സ് നെയിം. ഒരു സൊസൈറ്റിക്ക് ബൈലോ ചേഞ്ച് ചെയ്തതിലൂടെ മാത്രമേ അതിൻ്റെ പേര് മാറ്റാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ്. അതാണ് പിന്നെ ലോയിൽ അത്യാവശ്യം വിശദമായി കൊടുത്ത കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ലോ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടവർ മാത്രം അത് ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി.
അല്ലാത്തവർ ജസ്റ്റ് ഓടിച്ചു പോവുക കേട്ടോ. എ സൊസൈറ്റി മേ ബൈ ആൻ അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബൈലോ അമെൻഡ് ചെയ്യുന്ന. പിന്നെ നമ്മൾ PSCയുടെ ക്വസ്റ്റ്യൻസ് ആകുമ്പം എങ്ങനെ ഉള്ളിലത്തെ കണ്ടൻറ്റിലേക്ക് ഇറങ്ങി ചോദിക്കാറുണ്ട്. CSEB ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ചോദിച്ചു കൂടാ എന്നും ഇല്ല. ചിലപ്പോൾ ലോല അതേ സെൻറ്റൻസ് ഡാഷ് ഇട്ടിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പോയിൻ്റ് മാത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്ര വിശദമായ നോട്ട് കൊടുത്തിട്ടുള്ളത്. താല്പര്യമുള്ളവർ കാണുക, ബാക്കിയുള്ളവർ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. Where a society changes its name, the registrar shall enter the new name in the register of cooperative society in the place of. അതായത് സൊസൈറ്റി പേര് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പഴയ പേരിൻ്റെ സ്ഥാനത്ത് പുതിയ പേര് എൻ്റർ ചെയ്ത് കൊടുക്കും. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനിലും മാറ്റം വരുത്തണം എന്നാണ് പറയണത് കേട്ടോ. അത്രയേ ഉള്ളൂ ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയുടെ ഭാഗത്ത് വരുന്നത്. പിന്നെ ചേഞ്ച് ഓഫ് ലൈബിലിറ്റിയാണ് പറയുന്നത്. ലൈബിലിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യാം? ലൈബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിലും എന്തു വേണം? അമെൻമെൻറ്റ് ഓഫ് ബൈലോ ചേഞ്ച് ചെയ്യണം കേട്ടോ. പേര് ചേഞ്ച് ചെയ്യണമെങ്കിലും ലൈബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിലും എന്ത് ചേഞ്ച് ചെയ്യണം? ബൈലോ അമെൻഡ് ചെയ്യണം. ബൈലോ അമെൻഡ് ചെയ്താൽ മാത്രമേ ഇത് രണ്ടും അമെൻഡ് ചെയ്യപ്പെടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവർ ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരാൾക്ക് മാത്രം ലൈബിലിറ്റി ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂട്ടായ തീരുമാനം എടുക്കണം. പാസ്റ്റ് എ റെസൊല്യൂഷൻ ടു ചേഞ്ച് ദ എക്സിസ്റ്റിംഗ് ലൈബിലിറ്റി, അല്ലേ? എക്സ്റ്റെൻഡ് ഓഫ് ഇറ്റ്സ് ലൈബിലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം എന്നാണ് പറയുന്നത്. ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് ചേഞ്ച് ഓഫ് ലൈബിലിറ്റി നടത്തുക കേട്ടോ. ബൈലോ അമെൻമെൻറ്റിലൂടെയാണ് നടത്തുക എന്ന് പറഞ്ഞു. അതൊരു പോയിൻ്റാണ്, ഓർത്തിരിക്കുക. പിന്നെ അതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം, ഒരു നോട്ടീസ് കൊടുക്കണം എല്ലാ മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും. എല്ലാവർക്കും അറിയണമല്ലോ അല്ലേ ബൈലോ അമെൻഡ് ചെയ്യാൻ പോവുകയെന്ന്. ബൈലോ അമെൻമെൻറ്റിലൂടെ മാത്രമല്ലേ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും റൈറ്റിങ്സ് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം. 2 months അവർക്ക് എന്തെങ്കിലും ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ട് അവർക്ക് എന്തെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും, ഇനി അല്ല വിഡ്രോയിങ് ഹിസ് ഷെയർസോ ഡെപ്പോസിറ്റ്സോ ലോൺസോ എന്തെങ്കിലും പിൻവലിക്കാനുണ്ടെങ്കിൽ അവർക്ക് അറിയിപ്പ് കൊടുക്കണം. 2 മാസം സമയം കൊടുക്കണം. അതിന് ശേഷമാണ് ഇതിനുള്ള ഒരു നടപടികൾ കൈക്കൊള്ളാൻ പാടൂ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പറും ക്രെഡിറ്ററും ഒന്നും ഉണ്ടെന്നില്ല എന്ന് വിചാരിക്കാം. അവർ നോട്ടീസ് കൈപ്പറ്റിയിട്ടുണ്ട്, പക്ഷെ അവരവരുടെ അസൻ്റ് ഒന്നും അറിയിച്ചിട്ടില്ലെങ്കിൽ അത് അറിയിച്ചതായി അല്ലെങ്കിൽ സമ്മതമായി പരിഗണിക്കാം എന്നും ലോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ചേഞ്ച് ഓഫ് ലൈബിലിറ്റിയുടെ കാര്യത്തിലാണ് അങ്ങനെ പറയണത്. അവർക്ക് സമ്മതമാണെന്ന് ഈ ഒരു പീരിയഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 months കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ അസൻ്റ് താല്പര്യം ഉണ്ടോയെന്നോ താല്പര്യം ഇല്ലയെന്നോ ഒന്നും പറഞ്ഞില്ല. അവർ വിഡ്രോ ചെയ്തുമില്ല. ഷെയർസും ഡെപ്പോസിറ്റ്സും ലോൺസും ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ, അതെന്തായി പരിഗണിക്കും? താല്പര്യമുള്ളതായി പരിഗണിച്ച് അവർക്ക് അവരുടെ പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. സെക്ഷൻ 11 പറയുന്നത് കേട്ടോ. ഈ സെക്ഷൻ 12 കടന്നാൽ ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ. എങ്ങനെ ബൈലോ അമെൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ബൈലോ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. ഈ ബൈലോ അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം. ബൈലോ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാനാണ് നമ്മൾ കൊടുക്കുക അല്ലേ. ബൈലോ നമ്മൾ അമെൻമെൻറ്റ് എഴുതി തയ്യാറാക്കിയാൽ ഞങ്ങളുടെ ബൈലോ അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതോറിറ്റീസ് അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ, അതിനൊരു നിയമസാധുത വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോ അമെൻമെൻറ്റ് ഓഫ് എനി ബൈലോ ഓഫ് എ സൊസൈറ്റി ഷാൾ ബി വാലിഡ് അൺലെസ് സച്ച് അമെൻമെൻറ്റ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് ആക്റ്റിൽ രജിസ്റ്റർ ചെയ്യാത്തിടത്തോളം കാലം അതിനൊരു ലീഗലായിട്ടുള്ള വാലിഡിറ്റിയും ഇല്ല എന്നാണ് പറയുന്നത്. provided that the registrar shall before registering an amendment of any bylaw consult. ഇപ്പോൾ രജിസ്ട്രാർക്ക് കൊടുക്കുകയാണ് ആപ്ലിക്കേഷൻ. അമെൻമെൻറ്റ് ഓഫ് ബൈലോക്ക് നമ്മൾ സമീപിച്ചു. അപ്പോൾ രജിസ്ട്രാർ ആദ്യം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം കുറച്ച് കൺസൾട്ടിങ് നടത്തണം. അതായത് അവർക്ക് കൺസൾട്ട് ചെയ്യണം. രജിസ്ട്രാർ കുറച്ച് ആൾക്കാരെ കൺസൾട്ട് ചെയ്യണം. ആരെയാണ് കൺസൾട്ട് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. The state cooperative union, if the bylaws to be amended are that of an apex society or a central society. ഒരു അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ ആണ് ബൈലോ അമെൻമെൻറ്റുമായി രജിസ്ട്രാറെ സമീപിച്ചതെങ്കിൽ ആരെ കൺസൾട്ട് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഓർത്ത് വെക്കണം. ഒരു അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ ആണ് ബൈലോ അമെൻമെൻറ്റിന് വേണ്ടി രജിസ്ട്രാറെ സമീപിച്ചിരിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോട് കൺസൾട്ട് ചെയ്യണം. എന്നാൽ ഇനി അതർ സൊസൈറ്റി ആണെങ്കിലോ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അതിൻ്റെ പരിധിയിലാണ് വരിക. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോട് എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം. അവർ കറക്റ്റ് എഴുതി കൊടുക്കണം. അവരുടെ
അഭിപ്രായം അവരെഴുതി കൊടുക്കണം കേട്ടോ. ഫിനാൻസിങ് ബാങ്കിനോടും, ഏത് ഫിനാൻസിങ് ബാങ്കിനാണോ ഇൻഡപ്റ്റഡ് ആയിട്ടുള്ളത് ആ ഫിനാൻസിങ് ബാങ്കിനോടും ചോദിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു ഓപ്ഷൻസിൽ കാണാവുന്നതാണ്. ABC എന്ന് പറഞ്ഞ് തന്നെ ലോല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആയിരിക്കും ഉത്തരമായിട്ട് വരിക. അങ്ങനെ ഒരു ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അമെൻമെൻറ്റ് ഓഫ് ബൈലോ നടക്കുമ്പോൾ രജിസ്ട്രാർ ആരെയെല്ലാം കൺസൾട്ട് ചെയ്യും എന്നാണ് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ഈ മൂന്നുമുണ്ട്. അതായത് അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കൺസൾട്ട് ചെയ്യണമെന്നും, എനി അതർ സൊസൈറ്റീസ് ആണെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കൺസൾട്ട് ചെയ്യണമെന്നും, ഫിനാൻസിങ് ബാങ്കിനെ ആ ഇൻഡപ്റ്റഡ് ആയ ഫിനാൻസിങ് ബാങ്കിനെ കൺസൾട്ട് ചെയ്യണമെന്നും പ്രത്യേകം ലോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കണം. പിന്നെ രജിസ്ട്രാർ എന്ത് ചെയ്യണം? കോപ്പി ഓഫ് രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് ടുഗദർ വിത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ കൂടെ ഈ രജിസ്റ്റേർഡ് അമെൻമെൻറ്റും കൂടി സൈൻ ചെയ്ത് സീൽ ചെയ്ത് ആരെ ഏൽപ്പിക്കുകയാണ്? ആർക്ക് കൊടുക്കുകയാണ്? ഫോർവേഡ് ടു സൊസൈറ്റിയാണ് അല്ലേ. സച്ച് സർട്ടിഫിക്കറ്റാണ്, ആ സർട്ടിഫിക്കറ്റാണ് എക്സ്ക്ലൂസീവ് എവിഡൻസ് അല്ലെങ്കിൽ കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് ദ അമെൻമെൻറ്റ് ഹാസ് ബീൻ ഡ്യൂലി രജിസ്റ്റേർഡ്. അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്തു എന്നതിനുള്ള ഒരു പ്രഥമ തെളിവ് അല്ലേ. ഇനി അഥവാ എല്ലായിടത്തും റെഫ്യൂസൽ വരുന്ന പോലെ ഇവിടെയും റെഫ്യൂസൽ വന്നു എന്ന് കരുതുക. വെർ ദ രജിസ്ട്രാർ റിഫ്യൂസസ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോസ് ഓഫ് എ സൊസൈറ്റി. രജിസ്റ്റർ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഹീ ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ ഓഫ് റിഫ്യൂസൽ ടുഗദർ വിത്ത് ദ റീസൺസ്. എന്താണ് കാരണം എന്നും കൂടി കാണിച്ചുകൊണ്ട് വിത്തിൻ 7 days ഓർഡർ ആർക്ക് കൊടുക്കണം? സൊസൈറ്റിക്ക് കൈമാറണം എന്നാണ് പറയുന്നത് കേട്ടോ. 7 days ആണ് ഡേറ്റ് ഓർത്ത് വയ്ക്കുക. ഓർഡർ ഓഫ് റെഫ്യൂസൽ, എന്തുമായി ബന്ധപ്പെട്ട റെഫ്യൂസൽ? ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോ അല്ലേ. ഓർഡർ ഓഫ് റെഫ്യൂസൽ റിലേറ്റഡ് ടു രജിസ്റ്റർ ആൻ അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോ 7 days ആണ് റെഫ്യൂസൽ കേട്ടോ. 7 days ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സൊസൈറ്റിയുമായിട്ട്. ഇവിടെയും ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യേണ്ടത് 90 days ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ബൈലോ കിട്ടിക്കഴിഞ്ഞ്, അമെൻമെൻറ്റ് ചെയ്യാനുള്ള കിട്ടിക്കഴിഞ്ഞ് എത്ര ദിവസത്തിനകം? 90 ദിവസത്തിനകം ഡിസ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. 90 days, വിത്തിൻ 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ 90 days ആണ്. ഇനി അടുത്തത് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമായിട്ട് തോന്നും ലോ നമുക്ക് ഒരുമിച്ച് പഠിക്കുമ്പോൾ, പക്ഷെ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ. ഇനി രജിസ്ട്രേഷൻ്റെ ഭാഗത്ത് പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാം. എന്താ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ഒന്നും ചെയ്തില്ല, ഒരു മറുപടി നമുക്ക് ലഭിച്ചില്ല അല്ലേ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളെ ഇത് എന്താ പറയുക റിഫ്യൂസ് ചെയ്തു, അപ്പോൾ അതിന് നമുക്ക് റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാം. ആർക്കാണ് റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യേണ്ടത്? രജിസ്ട്രാറിനാണ് റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനാണ്. അത് ഏത് സൊസൈറ്റിയുടെ തലം നോക്കിയിട്ടാണ് തീരുമാനിക്കുക അല്ലേ. അപ്പെക്സ് ആണെങ്കിൽ ഗവൺമെൻറ്റിന് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക. ഇനി രജിസ്ട്രാറും ഗവൺമെൻറ്റോ ആസ് ദ കേസ് മേ ബി ആർക്കാണോ കൊടുത്തത് അവർ വിത്തിൻ 60 days ഈ റെപ്രസെൻറ്റേഷനുള്ള ഡയറക്ഷൻസ് എന്താണോ എടുക്കേണ്ടത്, എന്താണ് കൺസേൺഡ് ആയിട്ടുള്ള എടുക്കേണ്ട തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ 60 days ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം എന്നാണ് ഇവിടെ സമയപരിധി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സമയപരിധികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കോളം പോലെ ഉണ്ടാക്കണം. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സമയപരിധികളുടെ കോളം. സെക്ഷനും റൂൾസിലുമായി കടന്നു വരുന്ന എല്ലാ സമയപരിധികളും നമുക്ക് ഒന്നിച്ചൊരു കോളം പോലെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് പഠിക്കാം. അപ്പോൾ അത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടൊരു കോളം പോലെ നമുക്ക് ഉണ്ടാക്കി പഠിക്കാം കേട്ടോ. ഈ ജസ്റ്റ് രജിസ്ട്രേഷൻ്റെ ഭാഗം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കോളം ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോ കം ഇൻ ടു ഫോഴ്സ്. സെക്ഷൻ 13 പറയുന്നത് കേട്ടോ. സെക്ഷൻ 13 വെൻ അമെൻമെൻറ്റ്സ് ഓഫ് ബൈലോ കം ഇൻ ടു ഫോഴ്സ് ആണ്. അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഒക്കെ ചേഞ്ച് ചെയ്തുവല്ലോ. ഇനി കം ഇൻ ടു ഫോഴ്സ് വരുന്നത് എപ്പോഴാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓൺ ദ ഡേ എന്നാണ് കം ഇൻ ടു ഫോഴ്സ്? ഓൺ ദ ഡേ ഇൻ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് എന്നാണോ ഒപ്പിടുന്നത് ആ ഒപ്പിടുന്ന ദിവസം മുതൽ അതെന്താണ്? കം ഇൻ ടു ഫോഴ്സ് ആയി കേട്ടോ.
ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, എന്നാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത ഡേറ്റ് മുതലാണോ അതോ രജിസ്ട്രാർ സ്വീകരിച്ച ഡേറ്റ് മുതലാണോ കമ്മിങ് ടു ഫോഴ്സ് ആയത് ബൈലോ അമെൻമെൻറ്റ്? അല്ല, ഇതൊന്നുമല്ല. നമ്മുടെ കയ്യിൽ കിട്ടിയ എന്നാണോ? അതുമല്ല. എന്നാണോ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൈൻ ചെയ്ത് സീൽ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഡേറ്റ് തൊട്ടിട്ടാണ് ബൈലോ അമെൻമെൻറ്റ് കമ്മിങ് ടു ഫോഴ്സ് ആവുന്നതെന്ന് ഓർത്ത് വയ്ക്കണം. അടുത്തത് 13A ആണ്. 13A സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് ആണ്. ബൈലോയിലെ സബ്ജക്റ്റ് മാറ്റർ, ഇതുമായി ബന്ധപ്പെട്ട റൂളിൽ ധാരാളം കാര്യങ്ങൾ ഈ സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നമ്മൾ റൂൾ എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ പ്രൊവിഷൻസ് ആണ്, ഒന്നും കോൺട്രാറി ആവാൻ പാടില്ല, ആക്റ്റിനോ റൂൾസിനോ എതിരാവാൻ പാടില്ല എന്ന് മാത്രമേ സെക്ഷനിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ റൂളിൽ കുറച്ചധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് 13A. 14 തൊട്ടുണ്ട്. 14 തൊട്ട് നമുക്ക് കുറച്ച് അമെൻമെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അമെൻമെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും 14 തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 14 തൊട്ട്, അതായത് അമാൽഗമേഷനും നമ്മുടെ കേരള ബാങ്ക് ഉണ്ടാക്കി അമെൻമെൻറ്റൊക്കെ വരുന്നത് ആ 14 തൊട്ടിട്ടുള്ള ഭാഗത്താണ്. അപ്പോൾ 14 തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണം. കുറേ ഡേറ്റുകൾ വന്ന കാരണം കൺഫ്യൂസ്ഡ് ആയോ എന്നൊന്നും അറിയില്ല. തുടക്കക്കാർക്ക് മാത്രമേ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് രജിസ്ട്രേഷനൊക്കെ എളുപ്പമുള്ള ഭാഗമായിരിക്കും. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അപ്പം തുടക്കമാണെങ്കിലും നമ്മൾ കുറച്ച് പഠിച്ച ആൾക്കാരാണെങ്കിലും എപ്പോഴും നമ്മൾ പ്രിസൈസായി കറക്റ്റ് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷന് കോളം വരച്ച് ഇന്ന ടൈം ലിമിറ്റ് ഇന്ന ഭാഗത്ത് വരുന്നു, ഇത്ര കാര്യങ്ങൾ വരുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി നോട്ട്സൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്ഷൻ 1 എന്തായിരുന്നു? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് ആയിരുന്നു അല്ലേ. സെക്ഷൻ 2 ഡെഫിനിഷൻസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് പോയി കാണാം കേട്ടോ. സെക്ഷൻ 3 എന്താണ്? രജിസ്ട്രാർ ആണ്. സെക്ഷൻ 4 എന്താണ്? സൊസൈറ്റി വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സെക്ഷൻ 5 എന്താണ്? സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി ആയിരുന്നു. 6ലേക്ക് കടന്നിട്ടാണ് രജിസ്ട്രേഷൻ. 6ലേക്ക് കടന്ന് രജിസ്ട്രേഷൻ വന്നു. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ് സെക്ഷൻ 6 പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനാണ് നമ്മൾ ഫോം നമ്പർ 1 പറഞ്ഞത്. ഫോം നമ്പർ 1, 2, 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. 2 പറയണത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ രജിസ്ട്രാർ എൻ്റർ ചെയ്യുന്നത് 2ലാണ്, ഫോം നമ്പർ 2ലാണ്. 3 വരുന്നത് എന്താണ്? 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. 3A എന്താണ്? 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇറക്കവറബിളി ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്നത് 3Aയിലാണ്. അപ്പോൾ ഈ 3A വരെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ സെക്ഷൻ 6 കഴിഞ്ഞു. സെക്ഷൻ 6മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 7 ആണ് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. സെക്ഷൻ 7 രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ സെക്ഷൻ 8 കഴിഞ്ഞ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തൊട്ടിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി ആണ്. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റിയായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു 9 ബോഡീസ് കോർപ്പറേറ്റ് ആവുകയാണ്. ബോഡി കോർപ്പറേറ്റ് ആയാൽ ആദ്യം എന്ത് വേണം? ഒരു നെയിം പബ്ലിഷ് ചെയ്യും എന്ന് ആലോചിക്കുക. അത് 9A. നെയിം പബ്ലിഷ് ചെയ്തു, നെയിം ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ 10ലേക്ക് കടന്നു, ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി, ബാധ്യത മാറ്റം, ചേഞ്ച് 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റിയാണ്. 12 അമെൻമെൻറ്റ് ഓഫ് ബൈൽ ഓഫ് സൊസൈറ്റിയാണ്. 12 അമെൻമെൻറ്റ് ഓഫ് ബൈൽ ഓഫ് സൊസൈറ്റിയാണെന്ന് ആലോചിക്കുക. 13 എന്താണ്? 13 വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോ കമ്മിങ് ടു ഫോഴ്സ്. എന്നാണ് കമ്മിങ് ടു ഫോഴ്സ് ആവുക? ഓൺ ദ ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് എന്നാണ് കമ്മിങ് ടു ഫോഴ്സ് ആവുക. 13A എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ് ആണ് 13A എന്ന് പറയുന്നത് കേട്ടോ. ഇനി 14 വരുന്നുണ്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, പിന്നെ അമാൾഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. 14 15 14 കുറച്ചധികം സബ്സെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, അമെൻമെൻറ്റുകളും വന്നിട്ടുണ്ട്. സോ അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ നമുക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണ്, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.
ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.